ഹലോ അപ്പം എന്ന് വരയ്ക്കുന്ന ഓണം റിലീസിന് വന്ന സിനിമകളുടെ കളക്ഷൻ അപ്ഡേറ്റ് സംസാരിക്കാനായിട്ടാണ് ആദ്യമായിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ കളക്ഷൻ എന്ന് പറയുന്നത് കിഷ്കിൻ്റെ കാണ്ഡം എന്ന് പറഞ്ഞ ആസിഫ് അലീൻ്റെ സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സിനിമകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്ക്രിപ്റ്റും അതുപോലെ തന്നെ ക്വാളിറ്റി ക്യാരക്ടറുമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. സിനിമ ആദ്യ ദിവസം 47 ലക്ഷം, രണ്ടാമത്തെ ദിവസം 65 ലക്ഷം, മൂന്നാമത്തെ ദിവസം 1.40 കോടി, 3 ദിവസം കൊണ്ട് കേരളത്തിൽ 2.52 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു കളക്ഷനിലോട്ടാണ് നമ്മുടെ ആസിഫ് അലീൻ്റെ സിനിമ റെസ്പോൺസും റിവ്യൂവും കണ്ടിട്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കുന്നത്. നമ്മുടെ ARMൻ്റെ ഓവർസീസും അതുപോലെ തന്നെ കേരളത്തിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് കേരളത്തിൽ നിന്ന് ഇപ്പോൾ 3 ദിവസം കൊണ്ട് 9.25 കോടി സിനിമ കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ മറ്റ് ഭാഗത്ത് നിന്ന് ഓൾമോസ്റ്റ് 1.80 കോടിയും ഓവർസീസ് രാജ്യങ്ങളിൽ നിന്ന് 11.40 കോടിയാണ് കാണുന്നത്. അതിൽ UK ഭാഗത്ത് നിന്ന് ഒരു 1.52 കോടി, അതുപോലെ തന്നെ GCC ഭാഗത്ത് നിന്ന് 8.40 കോടി, ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഭാഗത്ത് നിന്ന് 70 ലക്ഷം, അതുപോലെ തന്നെ നോർത്ത് അമേരിക്കയിൽ നിന്ന് 53 ലക്ഷം, മറ്റ് ഭാഗത്ത് നിന്ന് 25 ലക്ഷം, അങ്ങനെയാണ് 11.40 കോടി കാണുന്നത്. വേൾഡ് വൈഡായിട്ട് ഇതുവരെയായിട്ട് 22.45 കോടിയാണ് സിനിമ നേടിയെടുക്കുന്നത്. എന്തായാലും ടൊവിനോൻ്റെ ഒരു 50 കോടി സിനിമ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഷുവർ ഷോട്ട് തന്നെയാണ്. കുറച്ച് ദിവസങ്ങളിൽ തന്നെ നമുക്ക് അടിക്കിടലിൻ 50 കോടി പോസ്റ്ററും കാണാൻ സാധിക്കും. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയുടെ കേരളത്തിലെ 10 ദിവസത്തെ കളക്ഷനും അതുപോലെ തന്നെ ഇന്ത്യൻ നെറ്റ് കളക്ഷനുമാണ് സംസാരിക്കുന്നത്. കേരളത്തിൽ നിന്ന് 10 ദിവസം കൊണ്ട് സിനിമ 12.41 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമ 10ാമത്തെ ദിവസം ഇന്ത്യൻ നെറ്റ് കളക്ഷനിൽ 13 കോടിയുടെ അടുത്താണ് കാണുന്നത്. അതുപോലെ തന്നെ സിനിമേൻ്റെ ടോട്ടലായിട്ടുള്ള ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ 232.85 കോടിയാണ് സിനിമ 10 ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനിൽ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമേൻ്റെ വേൾഡ് വൈഡ് കളക്ഷനിൽ ഓവർസീസ് കളക്ഷൻ കൂട്ടാതെയാണ് ഞാൻ ഒരു കളക്ഷൻ പറയുന്നത്. എന്തായാലും ആ ഒരു കളക്ഷൻ റിപ്പോർട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. അടുത്ത കൊണ്ടൽ സിനിമേൻ്റെ ഇതുവരെയുള്ള കളക്ഷൻ നോക്കുകയാണെങ്കിൽ 1.5 കോടിയാണ് അപ്രോക്സിമേറ്റ് ആയിട്ട് സിനിമ 2 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ ഓമർ ലുലുവിൻ്റെ ദുരന്തം സിനിമ നേടിയെടുത്തിരിക്കുന്നത് വെറും 37 ലക്ഷമാണ് ഇതുവരെയായിട്ട്. എന്തായാലും ബാഡ് ബോയ്സ് തിയേറ്ററുകളിൽ നിന്ന് പെട്ടെന്ന് തന്നെ വാനിഷ് ഔട്ട് ആവാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും കൊണ്ടൽ, കിഷ്കിൻ്റെ കാണ്ഡം അതുപോലെ തന്നെ ARM ആയിരിക്കും ഈ ഒരു ആഴ്ചകളിൽ മുന്നേറി പോകാൻ കൂടുതൽ ചാൻസ് കാണുന്നത്. കൂടുതൽ സിനിമ അപ്ഡേറ്റ്സ് ആൻഡ് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.